വാർ ഈസ് ആൾവൈസ് മിസ്റ്റേക്ക്. യുദ്ധം എപ്പോഴും ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഏത് രാജ്യങ്ങളാണെങ്കിലും ശരി. ഇപ്പോൾ നമുക്കറിയാം, ഇറാനും ഇസ്രായേലുമായിട്ട് ഒരു വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനിയെ ഇസ്രായേലിൻ്റെ സൈന്യം വ്യോമാക്രമണത്തിലൂടെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുമുണ്ടായി. പിന്നെ കൂടാതെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാം ഇതിൽ മരിക്കുകയും ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇറാൻ ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ കേവലം ഇറാനെയോ ഇസ്രായേലിനെയോ മാത്രമല്ല ബാധിക്കുന്നത്, ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങൾ ഇത് ബാധിക്കുന്നുണ്ട്. ഇറാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഹോർമസ് കടലെടുക്ക്. ഈ ഹോർമസ് കടലെടുക്ക് അടച്ചാൽ തന്നെ ലോകത്തിൻ്റെ വ്യാപാരം തന്നെ സ്തംഭിക്കും എന്ന് പറയാൻ കഴിയും. കാരണം ലോകത്തിൻ്റെ 2/3 എണ്ണ അത് ഇറക്കുമതി മറ്റു രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഈ ഹോർമസ് കടലെടുക്ക് വഴിയാണ്. ഹോർമസ് കടലെടുക്ക് അത് സ്തംഭിച്ചാൽ മറ്റു രാജ്യങ്ങൾ ഒരുപാട് ബാധിക്കും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഒരു 20-25 ദിവസത്തേക്കുള്ള എണ്ണ ശേഖരണം മാത്രമേ ഉള്ളൂ. അത് എണ്ണ വാങ്ങാൻ 2 അവസരങ്ങളാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാം, അല്ലെങ്കിൽ വെനസ്വലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അവിടെ വളരെ ചെറിയ പ്രൈസിനാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. വെനസ്വലയിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് അമേരിക്ക പിടിച്ചെടുത്ത ഒരു രാജ്യമാണ്. അവിടുത്തെ പ്രസിഡന്റിനെ അമേരിക്ക അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അമേരിക്കയുടെ സർവ്വ കൺട്രോളിലാണ് വെനസ്വല എന്ന രാജ്യം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ എണ്ണവില എത്ര നിശ്ചയിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്കറിയാം, ആയത്തുള്ള അലി ഖമനി ഇറാനിൻ്റെ ആത്മീയ നേതാവും സുപ്രീം കമാൻഡറാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരുപാട് കാലങ്ങളായി ഇറാനിൽ ഭരിച്ചിരുന്ന ഒരു നേതാവാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെയൊക്കെ അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണമാണ് ഇറാനിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഇറാനിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഒരുപാട് ലിബറലായിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനൊക്കെ മാറ്റിയിട്ടാണ് ആയത്തുള്ള അലി ഖമനി അധികാരത്തിൽ വരുന്നത്. ഇറാനിനെ ഒരു പരിപൂർണ ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളോടൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം ഒരു സാമ്രാജ്യത്വ പോരാളികൾക്കെതിരെ ശക്തമായി പോരാടിയ ഒരു നേതാവാണെന്ന് പറയാം. അമേരിക്കയുടെ മുമ്പിൽ പല രാജ്യങ്ങളും, ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണെങ്കിലും, ഇപ്പോൾ GCC കൺട്രിയിലുള്ള സൗദി, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയെ ഭയക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇഞ്ച് പോലും അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു ധീരനായ ഒരു നേതാവാണ് ആയത്തുള്ള അലി ഖമനി. അത് പറയാതെ വയ്യ, കാരണം അത്രയും വലിയൊരു നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണം ഇറാനെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടമാണ്. അവർക്കിപ്പോൾ ഒരു നാഥനില്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ പോകുന്നത്. ഇങ്ങനെ ഇറാന് ഒരുപാട് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ പോവുകയാണെങ്കിൽ ഇറാനിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും. മാത്രമല്ല, ലോകത്ത് തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാവും. ഇനി മറ്റു രാജ്യങ്ങളിൽ ഈ യുദ്ധത്തിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ചൈനയാകട്ടെ റഷ്യ ആകട്ടെ ഇറാനിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്കായിരിക്കും പോവുക. അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും പോവുക. നമുക്കറിയാം, ഇത് ഇറാനിനെ കീഴടക്കുക എന്നത് അമേരിക്കക്ക് ഒരു എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഒരു ഐഡിയോളജി ഉണ്ട്. കാരണം ഇറാനിനെ കീഴടക്കിയാൽ, ഹോർമസ് കടലെടുത്ത് പിടിച്ചെടുത്താൽ അവർക്ക് എണ്ണയുടെ വ്യാപാരം അവരുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ ഇറാനെ സംബന്ധിച്ചോളം ആണവായുധം ഇറാൻ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു. അവർ ഊർജ്ജത്തിന് വേണ്ടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് ഒരുപാട് ആണവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളത് വലിയ നഷ്ടമാണ്. അവർക്കൊരു പേടി സ്വപ്നമാണ് ഇറാൻ. ഏത് നിമിഷം ആണവായുധം പ്രയോഗിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. മാത്രമല്ല, എണ്ണ വ്യാപാരത്തിൽ ഒരു കുത്തകയുണ്ടാകും. എണ്ണ വ്യാപാരത്തിൽ ഇറാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയരുമെന്ന് അമേരിക്കക്കറിയാം, ഈ എണ്ണ മൂലം. അപ്പോൾ ഇത് തകർക്കുക എന്നൊക്കെയാണ് അമേരിക്കക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഈ യുദ്ധത്തിൽ. അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്കറിയാം. അപ്പോൾ യുദ്ധം ഒരിക്കലും, ഇപ്പോൾ 1ാം ലോക മഹായുദ്ധമാണെങ്കിൽ 1ാം ലോക മഹായുദ്ധത്തിൽ എത്രയോ ആളുകൾ മരിച്ചു, 2ാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചു. പക്ഷേ ഈ മരിക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ സാധാരണക്കാരായ ആളുകളാണ് മരിക്കുന്നത്. നിരപരാധിയായ ഒരുപാട് പേരെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. യുദ്ധം എവിടെയാണെങ്കിലും ശരി, അപ്പോഴും അതൊരു ജനങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഡോളറിൻ്റെ ആണെങ്കിലും രൂപയുടെ ആയാലും ഒരുപാട് ഇടിവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഇടിവായിക്കും. ലോകത്തിന് ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു നഷ്ടം മാത്രമേ യുദ്ധത്തിനുള്ളൂ. അപ്പോൾ ഈ യുദ്ധമൊക്കെ പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, ജയ് ഹിന്ദ്.